ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിൻ്റെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പോലും പരിശുദ്ധാത്മാവ് എനിക്ക് ധൈര്യം നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന, നിങ്ങൾക്കും ധൈര്യം നൽകുമെന്ന് ഉറപ്പുള്ള ഒരു വചനം ഞാൻ നിങ്ങൾക്കായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ആമേൻ. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമാകും, ധൈര്യമാകും. എവിടെ പോയാലും ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഈ വാഗ്ദത്ത വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതട്ടെ. അതിനായി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഈ പ്രിയ മക്കളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടട്ടെ. അവിടുന്ന് അവരോട് കൂടെ ഉണ്ട് എന്ന ധൈര്യം, ആശ്വാസം. ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ബലമുണ്ട്, കൂടെയുണ്ട് എന്ന ഈ വലിയ വാഗ്ദത്തത്തിൻ്റെ വചനം നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. എല്ലാവരെയും ഐശ്വര്യമായി സമൃദ്ധമായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മുഖങ്ങളിലും സന്തോഷവും സമാധാനവും